നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. അർദ്ധരാത്രി ഏതാണ്ട് 12:30 മുതൽ 3:30 വരെ ഒരു IPS കമ്മീഷണർ അവർ അവരുടെ ആ പരിധിയിലുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുകയാണ്. ഏതാണ്ട് 40 പേരാണ്. റേറ്റ് എത്രയാണ് എന്നും ചോദിച്ച് ആ പോലീസ് കമ്മീഷണർക്ക് ചുറ്റും കൂടിയത്. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. വിശദമായി നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീ സുരക്ഷ പരിശോധിക്കാൻ അർദ്ധരാത്രിയിൽ വേഷം മാറി IPS ഉദ്യോഗസ്ഥ. കിടക്ക പങ്കിടാൻ ക്ഷണിച്ചത് 40 പേർ, കൂട്ടത്തിൽ വിദ്യാർത്ഥികൾ. ഹൈദരാബാദിലെ മൽക്കജ്ഗിരി പോലീസ് കമ്മീഷണറായിട്ടുള്ള V. സുമതിയാണ് ഈ നായിക. യാത്രക്കാരിയുടെ വേഷത്തിലാണ് ദിൽസുഖ് നഗറിലെ ഒരു ബസ് സ്റ്റോപ്പിൽ അവരെത്തുന്നത്. സ്ത്രീ സുരക്ഷ വിലയിരുത്താൻ വേണ്ടി അർദ്ധരാത്രിയിൽ വേഷം മാറി ബസ് സ്റ്റോപ്പിലെത്തുകയാണ് IPSകാരി. വനിതാ IPS ഉദ്യോഗസ്ഥയ്ക്ക് ഉണ്ടായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആരെയും അമ്പരപ്പിക്കും, നടുക്കും. അർദ്ധരാത്രി ഏതാണ്ട് 12:30 ആരംഭിച്ചു. ഏതാണ്ട് പുലർച്ചെ 3:30 വരെയായിരുന്നു കമ്മീഷണറുടെ ഈ അണ്ടർ കവർ ദൗത്യം. ഒറ്റയ്ക്ക് നിൽക്കുകയാണ് സുമതി അവിടെ. ഈ 3 മണിക്കൂറിനിടെ 40 പുരുഷന്മാരാണ് മറ്റൊരു സ്ത്രീയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവരെ സമീപിച്ചത്. ഒപ്പം വരുന്നോ എന്ന് ചോദിച്ച് ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയാണ് ഭൂരിഭാഗവും എത്തിയത്. ഇതിൽ പലരും മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും ഒക്കെ ലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. വേഷം മാറി ഈ ബസ് സ്റ്റോപ്പിലെത്തി അല്പം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ പല ഭാഗത്തു നിന്നായി തേനീച്ചക്കൂട്ടം പോലെ ഇവരെത്താൻ തുടങ്ങി. ഇതിൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നാട്ടിൽ രാത്രിയിൽ ആ IPSകാരി ധൈര്യപൂർവ്വം ഇറങ്ങി നടത്തിയ ആ പരിശോധനയുടെ ദൃശ്യങ്ങൾ കാണാം. ഇതിൽ ചിലർ സമീപത്തെത്തി തുറച്ചു നോക്കി അങ്ങ് പോയി, ഒന്നും പറഞ്ഞില്ല. എന്നാൽ മറ്റു ചിലരാണ് കിടക്ക പങ്കിടാൻ വരുമോ, റേറ്റ് എത്രയാണ് എന്നീ ചോദ്യങ്ങളൊക്കെ എത്തിയത്. മഫ്തിയിൽ പോലീസ് സംഘം ആ സമീപത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതറിയാതെയാണ് ഈ വന്നവന്മാരുടെ ലീലാവിലാസങ്ങൾ. കമ്മീഷണറാണെന്ന് അറിയാതെ സുമതിയോട് മോശമായി പെരുമാറിയവരെ പോലീസ് ഉടനടി നടപടിയെടുക്കുകയും ചെയ്തു. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരികയാണ് എന്ന് സുമതി IPS പറയുന്നു. ఇవే భాగాలని నేను అనుకుంటున్నాను. ఫస్ట్ భద్రత అంటే ఇప్పుడు కన్వెన్షనల్ సెన్స్ లో ఏం లేదు భద్రత అనేది. సైబర్ పరంగా, ఫైనాన్షియల్ పరంగా ఇప్పుడు మీ ఆస్తి మీకు ఇంపార్టెంట్, మీ ఇల్లు మీకు ఇంపార్టెంట్, మీ మూమెంట్ మీకు ఇంపార్టెంట్. ఎవరికైనా అంతే కదండి. అదంతా భద్రతతో కూడుకున్న విషయమే. దాంట్లో ముఖ్యమైన ఘట్టాలే వన్స్ యూ గో అవుట్ ఆఫ్ ద హౌస్ యూ హ్యావ్ టు రీచ్ బ్యాక్ సేఫ్లీ. దట్ ఈస్ వన్. దానికి పోలీసు ఏమైతే ప్రయత్నం చేయాలో మీ మూమెంట్ లో దాన్ని మేము కొంత ఇంప్రూవ్ చేయడానికి ఖచ్చితంగా ప్రయత్నం చేస్తాం. ఒకటి, രാത്രിയിൽ പെട്രോളിംഗ് സ്ഥിരമാക്കേണ്ടതിന്റെ ആവശ്യകതയും രാത്രിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഈ പോലീസ് കമ്മീഷണറുടെ ഈ വേഷം മാറൽ എന്നാണ് റിപ്പോർട്ട്. രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഈ നഗരങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഒരുപാട് നേരിടേണ്ടി വരുന്നു എന്ന് നേരത്തെ തന്നെ ഹൈദരാബാദിൽ ആക്ഷേപമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ IPSകാരിയായിട്ടുള്ള സുമതി ആ ദൗത്യത്തിനായി തുനിഞ്ഞത്. വൈകി യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ശ്രമം അത് വിജയകരമായിരുന്നു എന്നാണ് കമ്മീഷണർ പ്രതികരിക്കുന്നത്. എന്നാണെങ്കിലും പെട്ടവർ പെട്ടു, അവരറിഞ്ഞില്ലല്ലോ അതൊരു കമ്മീഷണർ ആയിരുന്നു.
നഗ്നയായി മുറിയിലെത്തി ഒരേ സമയം രണ്ടുപേർക്കൊപ്പം ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചു. JP മോർഗനിലെ ആ ഉന്നത ഉദ്യോഗസ്ഥയ്ക്കെതിരെ വീണ്ടും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. JP മോർഗൻ ചേസിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ലോണ ഹജ്ദീനിക്കെതിരെ വീണ്ടും ഞെട്ടിക്കുന്ന മൊഴികളാണ്, വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. രണ്ടുപേരാണ് ഈ കേസിൽ സാക്ഷിമൊഴി നൽകിയിരിക്കുന്നത്. JP മോർഗനിലെ മുൻ ജീവനക്കാരനായിട്ടുള്ള ഇന്ത്യൻ വംശജൻ 35 വയസ്സുകാരനായിട്ടുള്ള ചിറയൂർ റാണ, അദ്ദേഹമാണ് ആദ്യം ലോണയ്ക്കെതിരെ കോടതിയിൽ പരാതി നൽകിയത്. സീനിയറായിട്ടുള്ള ലോണ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നും മയക്കുമരുന്ന് നൽകി അതിക്രമം കാട്ടിയെന്നും വംശീയമായി അധിക്ഷേപിച്ചു എന്നും ഇങ്ങനെ നീളുന്നു ഈ റാണയുടെ പരാതി. ചില തിരുത്തലുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് മാൻഹട്ടൻ സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന പരാതി കഴിഞ്ഞ ദിവസം റാണ പിൻവലിച്ചിരുന്നു. വീണ്ടും കോടതിയിൽ നൽകിയ പരാതിയിലാണ് ലോണയ്ക്കെതിരെ രണ്ടുപേരുടെ സാക്ഷിമൊഴികൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ലോണ സഹപ്രവർത്തകരായ റാണയ്ക്കെതിരെ നടത്തിയ അതിക്രമത്തിന് സാക്ഷികളാണ് ഇവർ രണ്ടുപേരും എന്നാണ് വെളിപ്പെടുത്തൽ. ഈ റാണയ്ക്കൊപ്പം ഒരു അപ്പാർട്ട്മെന്റിൽ കഴിയുന്നതിനിടെ ഈ ലോണ അവിടേക്ക് വന്നിരുന്നു എന്നാണ് സാക്ഷികളിൽ ഒരാൾ നൽകുന്ന മൊഴി. പരിപൂർണ നഗ്നയായി അവർ മുറിയിൽ പ്രവേശിച്ചു. തുടർന്ന് അവിടെ ഒരു സോഫയിലിരുന്ന് സിഗരറ്റ് വലിച്ചു. റാണയ്ക്കും അവർക്കുമൊപ്പം കിടപ്പമുറിയിലേക്ക് തന്നോടും വരണമെന്ന് ആവശ്യപ്പെട്ടു. റാണ അവർക്ക് സ്വന്തമായിട്ടുള്ള ആളാണെന്നും അതിനാൽ താനും അവരോടൊപ്പം ചേരുന്നതാണ് തനിക്ക് നല്ലതെന്നും ഇവർ പറഞ്ഞുവെന്നും ആ മൊഴിയിലുണ്ട്. പിന്നീട് ഈ ലോണ കിടപ്പുമുറിയിലേക്ക് തിരികെ പോയി. അതിനുശേഷം റാണ അവരോട് മടങ്ങിപ്പോകണമെന്ന് കേണപേക്ഷിക്കുന്നത് താൻ കണ്ടുവെന്നും തനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ദയവായി എല്ലാം അവസാനിപ്പിക്കണമെന്നും റാണ ആവശ്യപ്പെട്ടതായും ഒക്കെ ആ സാക്ഷി പറഞ്ഞ മൊഴിയിലുണ്ട്. രണ്ടാമത്തെ ആളും ഏറെക്കുറെ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ ലോണയ്ക്കെതിരെ ഉന്നയിക്കുന്നത്. ഒരിക്കൽ ഈ റാണയുടെ കഴുത്തിൽ ഇവർ ചുംബിക്കുന്നത് കണ്ടുവെന്നും കടന്നുപിടിക്കാൻ ശ്രമിക്കുന്നത്, അതിക്രമം കാട്ടാൻ ശ്രമിക്കുന്നതൊക്കെ താൻ കണ്ടുവെന്നുമാണ് രണ്ടാമത്തെ ആളുടെ മൊഴി. ആ സമയം റാണ എന്ന ഇന്ത്യൻ വംശജൻ ചിറയൂർ റാണ വളരെ അസ്വസ്ഥനായി കണ്ടുവെന്ന് മൊഴിയിൽ പറയുന്നുണ്ട്. ഇതാണെങ്കിലും ലോണയിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള അതിക്രമങ്ങൾ കാരണം തനിക്ക് വലിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുവെന്നാണ് പരാതിക്കാരനായിട്ടുള്ള റാണയുടെ ആരോപണം. ഈ ലോണ ഹജ്ദീനിയുടെ ലൈംഗിക പീഡനം മൂലം തനിക്ക് വലിയ മാനസികാഘാതം ബാധിച്ചുവെന്ന് റാണ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. ആവർത്തിച്ച് പേടി സ്വപ്നങ്ങൾ കാണുന്നു, ഉറക്കക്കുറവാണ്, ജോലി സ്ഥലത്തെപ്പറ്റി ഓർമ്മിക്കുന്നത് തന്നെ വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നു, ആവർത്തിച്ച് ബോധക്ഷയമുണ്ടാകുന്നു. ഇങ്ങനെ നീളുന്നു റാണ നൽകിയിരിക്കുന്ന പരാതി. 2025 ഫെബ്രുവരിയിൽ മാനസികാരോഗ്യത്തിനുള്ള ചികിത്സയും താൻ തേടിയെന്ന് അദ്ദേഹം നൽകിയ പരാതിയിലുണ്ട്. ഈ ലോണ ഹജ്ദീനി എന്ന ആ മേലുദ്യോഗസ്ഥ പലതവണ തനിക്ക് ലഹരി മരുന്ന് നൽകിയാണ് ഈ അതിക്രമം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. മാത്രമല്ല വംശീയ അധിക്ഷേപം നടത്തിയെന്നും ഈ ചിറയൂർ റാണ ആരോപിക്കുന്നുണ്ട്. ലോണയുടെ ആവശ്യങ്ങൾ അത് നിരസിച്ചാൽ തന്റെ കരിയർ തന്നെ നശിപ്പിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. സുപ്പീരിയർ ആയതുകൊണ്ട് തന്നെ ആ പേടിയുണ്ടായിരുന്നു. 2024 മെയ് മുതൽ ബാങ്കിന്റെ ലിവറേജ് ഫിനാൻസ് ഡിവിഷനിൽ ഇവർ ഒരുമിച്ച് ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ 37-കാരിയായിട്ടുള്ള ലോണ ഹജ്ദീനി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ഈ ചിറയു ആരോപിക്കുന്നത്. അതേസമയം JP മോർഗനും ലോണയുടെ അഭിഭാഷകനും ഈ പരാതിയിലെ എല്ലാ വശങ്ങളും പൂർണ്ണമായും തള്ളിക്കളയുകയാണ്, നിഷേധിക്കുകയാണ്. ഈ ആരോപണങ്ങൾ വ്യാജമാണ് എന്നാണ് അവർ പറയുന്നത്. ലോണ ഒരിക്കൽ പോലും ശാരീരിക ബന്ധത്തിൽ ഈ ജീവനക്കാരനുമായി ഏർപ്പെട്ടിട്ടില്ല എന്നും വെറുതെ അവരുടെ സൽപ്പേര് കളങ്കപ്പെടുത്താനുള്ള കെട്ടിച്ചമച്ച കഥയാണ് ഇത് എന്നുമാണ് അഭിഭാഷകർ പറയുന്നത്. റാണയുടെ പരാതിയിൽ ആഭ്യന്തര അന്വേഷണം നടത്തിയെങ്കിൽ പോലും അത് സാധൂകരിക്കുന്ന വിധത്തിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കമ്പനിയുടെ പ്രതികരണം. മാത്രമല്ല കമ്പനിയിൽ ജീവനക്കാരെ അന്വേഷണവുമായി സഹകരിച്ചു, പക്ഷെ ചിറയൂർ റാണ ഈ അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നും JP മോർഗൻ കമ്പനിയിലെ വക്താവ് അറിയിക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഇതിനിടയിൽ ചില സെറ്റിൽമെന്റ് ശ്രമങ്ങൾ നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. JP മോർഗൻ എന്ന അത്ര പ്രശസ്തമായിട്ടുള്ള ആ സ്ഥാപനത്തെ പിടിച്ചുലയ്ക്കുന്ന ആരോപണമാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
9 വയസ്സുള്ള പേരക്കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം. അറസ്റ്റിലായത് 70-കാരൻ. പൂനെ നഗരത്തിലുള്ള പാർവതി എന്ന പ്രദേശത്തെ ഒരു ചേരിയിൽ നടന്ന സംഭവമാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു പേരക്കുട്ടിയെ പീഡിപ്പിക്കാനായിരുന്നു ശ്രമം. എന്താണെങ്കിലും പരാതി നൽകി മണിക്കൂറുകൾക്കും തന്നെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചൊവ്വാഴ്ച രാത്രി 9:30 ഈ സംഭവങ്ങൾക്ക് തുടക്കം. 70 വയസ്സുള്ള ആളാണ് ഈ 9 വയസ്സുള്ള പേരക്കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ലഹരിയിലായിരുന്നു പീഡനമെന്നാണ് പോലീസ് പറയുന്നത്. പേരക്കുട്ടിയെ ഈ പ്രതി, ഈ മുത്തശ്ശൻ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവളുടെ വസ്ത്രം അഴിക്കാൻ നിർബന്ധിച്ചു, ശ്രമിച്ചു. ആ സമയം ആ കുട്ടി ഉറക്കെ നിലവിളിച്ചു. ഇത് കേട്ട് അയൽക്കാർ ഓടിയെത്തിയതാണ് തുണയായത്. വാതിൽ തകർത്താണ് അയൽക്കാർ ഉള്ളിൽ കയറി ആ പിഞ്ചു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നത്. बच्चे को मोलेस्टेशन करने की कोशिश की है। तुरंत पुलिस मौके पर पहुंची। वहां पर पाया कि एक आदमी 70 साल उसकी उम्र थी, उसको लोगों ने पकड़ रखा था और उसको हमने हिरासत में लिया। पूछताछ में पता चला कि उसने अपनी ही पोती जो 9 साल की है उसको अपने रूम में बुलाया और उसके साथ जो है उसके कपड़े उतार कर दुष्कर्म करने की कोशिश की। वो नशे में था। वो कोशिश में बच्चा जो है वो चिल्लाया और पड़ोसी जो बहुत सतर्क थे उनको आवाज आते ही उन्होंने इंटरवीन किया, दरवाजा तोड़ के दे हैव सेव्ड दैट गर्ल और उन्होंने पुलिस को इन्फॉर्म किया। फिर पुलिस ने उसे ताबे में लिया। बच्चे को हमने ससून हॉस्पिटल में दाखिल कराया। നാട്ടുകാർ തന്നെയാണ് ഇയാളെ പിടികൂടുന്നത്. പിന്നീട് പോലീസിൽ വിവരമറിയിച്ചു. അങ്ങനെ സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് അയാളെ കൈമാറുകയും ചെയ്തു നാട്ടുകാർ. കുഞ്ഞിനെ ഉടൻ തന്നെ സസൂൺ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ലൈംഗിക അതിക്രമം ഉണ്ടായില്ല എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത്. എന്താണെങ്കിലും നിരീക്ഷണത്തിലായിരുന്നു ആ കുട്ടി. പിന്നീട് അവളെ ഡിസ്ചാർജ് ചെയ്തു. ആ പ്രദേശത്ത് ഇതേ തുടർന്ന് ഒരു സംഘർഷാവസ്ഥ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പ്രദേശവാസികൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങി. എന്താണെങ്കിലും കൂടുതൽ പോലീസിനെ അവിടെ വിന്യസിച്ചിരിക്കുകയാണ് ക്രമസമാധാന പാലനത്തിനായി. പോക്സോ കേസ് ഉൾപ്പെടെയാണ് മുത്തച്ഛനെതിരെ, എന്ത് ലഹരിക്ക് പുറത്താണെങ്കിലും അതിക്രമം കാട്ടിയ നരാധമനെതിരെ ചുമത്തിയിരിക്കുന്നത്. തുനിത്തോറിലേക്ക് മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് കാരണം അധ്യാപകരെന്ന കുടുംബം. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ പരാതി. TC ആവശ്യപ്പെട്ടിട്ടും നൽകാതെ അവർ പീഡിപ്പിച്ചു എന്ന് വീട്ടുകാർ. മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസ് ജീവനൊടുക്കുന്നത്. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അവൻ. അധ്യാപകരുടെ പീഡനം കാരണമാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് വീട്ടുകാരുടെ പരാതി. പെരിന്തൽമണ്ണ പൂങ്ങോട്ട് വീട്ടിൽ ഹരീഷിന്റെയും ജിഷയുടെയും മകനാണ് അവൻ. ഈ മാസം 1-ാം തീയതിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ തേജസിനെ കണ്ടെത്തുന്നത്. സ്കൂൾ അധികൃതർ നടത്തിയ മോറൽ സയൻസ് എക്സാമിൽ ആദ്യം അവൻ പരാജയപ്പെട്ടിരുന്നു. മാർക്ക് കുറവായതുകൊണ്ട് പരീക്ഷ എഴുതിയാലേ TC നൽകൂ എന്ന് അധ്യാപകർ വാശി പിടിച്ചു. അതാണ് അതേ തുടർന്നുള്ള വിഷമത്തിലാണ് അവൻ ജീവനൊടുക്കിയതെന്ന് അവൻ്റെ അച്ഛൻ പറയും. TCയിൽ ഇങ്ങനെ റെഡ് മാർക്ക് ഇടും, നല്ലൊരു സ്കൂളിലും പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട്
അതിന് ഭയങ്കരമായിട്ട് ടെൻഷനും പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം ടീച്ചർമാരുടെ ഈ ഭീഷണിയും ഈ പ്രിൻസിപ്പളുടെയും ഈ ജിഷ മിസ്സും പിന്നെ വേറൊരു മിസ്സും കൂടി ഉണ്ട്, എൻ്റെ പേര് എനിക്ക് കറക്റ്റ് ജിജിയോ അങ്ങനെ എന്താണ് തോന്നുന്നുണ്ട്, അവരുടെയൊക്കെ ഒരു ഭീഷണി മൂലമാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ ബലമായി സംശയിക്കുന്നത്. വേറെ വീട്ടിലോ വേറൊരു പ്രശ്നങ്ങളോ ഇല്ലാത്ത കുട്ടിയാണ്. വീട്ടിൽ അങ്ങനെ ഒരു വാശിയോ കുറുമ്പൊന്നും കാട്ടിയിട്ടില്ല, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ടീച്ചറുടെ പ്രിൻസിപ്പാളുടെയും ഈ നടപടി കാരണം തന്നെയാണ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത്. അല്ലാതൊരു കാരണം കുട്ടിക്ക് ഇതുവരെ ഞങ്ങളുടെ ഭാഗത്തുനിന്നോ വേറെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സ്കൂളുകാർ ഇവൻ്റെ മരണത്തിന് ശേഷം സ്കൂളിൻ്റെ ഗ്രൂപ്പിലോ ഒരു ഇതിലോ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്തിയിട്ടില്ല. അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇത് അറിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യണതും അവർ അന്ന് അറിഞ്ഞില്ല, സ്കൂളുകാരെ ഞങ്ങളെ അറിയിച്ചില്ല എന്നൊക്കെ പറയുകയുണ്ടായി. അതേപോലെ തന്നെ അവർ മറ്റു അവൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ആര് വിളിച്ച് ചോദിച്ചാലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ടെന്നും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എന്ന് ഓരോ രക്ഷിതാക്കളെ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്കൂളിലെ അധ്യാപകർ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നാണ് ആ വീട്ടുകാർ പറയുന്നത്. അതേ തുടർന്നാണ് അവർ TC ആവശ്യപ്പെടാൻ തുനിഞ്ഞത്. കുട്ടിയെ മുട്ടിലിരുത്തി ശിക്ഷിക്കുക, ആനുവൽ ഡേയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കുക തുടങ്ങിയ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ പോലും ആ സ്കൂളിൽ പതിവായിരുന്നു എന്നാണ് ആരോപണം. സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ് തേജസിന്റെ കുടുംബം. റിസൾട്ട് വന്നിട്ട് അവനോട് തോൽപ്പിക്കും അവനെ എന്ന് പറഞ്ഞു. പരീക്ഷ എഴുതി ജയിച്ചിട്ടില്ലെങ്കിൽ അവനെ തോൽപ്പിക്കും, വേറെ സ്കൂളിലൊന്നും കൊണ്ടുപോയി ചേർക്കില്ല, അവൻ്റെ റെഡ് മാർക്ക് ഇടും, എന്താ പറയുക, പ്രോഗ്രസ് കാർഡിലൊക്കെ റെഡ് മാർക്ക് ഇട്ടിട്ട് ഈ വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കര പേടിയായി. അവൻ എങ്ങോട്ടും പോവുകയൊന്നും ചെയ്യാണ്ട് ദിവസം ഇരുന്ന് പഠിക്കന്നെ പരീക്ഷ ടൈം ടേബിൾ വന്നപ്പോൾ ഞങ്ങളെ കൂടെ 11 മണി വരെ കടന്നിട്ട് അവൻ അവൻ്റെ റൂമിലേക്ക് പോയത്. അവന് പ്ലാറ്റിനത്തില്ല ട്യൂഷന് ചേരുന്നൊക്കെ പറഞ്ഞതാണ്. ബോയ്സ് സ്കൂളിലേക്ക് മാറിയിട്ട് പ്ലാറ്റിനം അതിലാ ട്യൂഷന് പോകണം. അപ്പോൾ സ്കൂളിൻ്റെ അടുത്തുനിന്ന് നടന്നു പോകുമ്പോൾ അതല്ലേ സുഖം. അപ്പോൾ ഞാൻ അവിടേക്കാ സ്കൂളിൽ നിന്ന് തന്നെ അങ്ങോട്ട് ചേർന്ന ചെല്ലുന്നൊക്കെ പറഞ്ഞതാ. എന്നിട്ട് എന്തേ കാട്ടി? ഈ അച്ഛനും അമ്മയും ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ പക്ഷേ ഇതുവരെ പ്രതികരിക്കാൻ ആ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസ് ഓൺലൈൻ ഗെയിമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സംശയങ്ങളും പ്രകടിപ്പിക്കുന്നു, അതും പരിശോധിക്കുന്നുണ്ട്. തേജസിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി വേണമെന്നുള്ള ആവശ്യവുമായി വിദ്യാർത്ഥി സംഘടന രംഗത്തെത്തി. SFI മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കുന്നതുവരെ, സ്കൂളിലെ ഏകാധിപത്യ പ്രവണതകൾ അവസാനിപ്പിക്കുന്നതുവരെയും പോരാട്ടം തുടരുമെന്നാണ് സംഘടനയുടെ അവകാശവാദം. എന്താണെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെയും ജീവനെടുക്കാൻ പാടുള്ളതല്ല അധ്യാപകരുടെ പെരുമാറ്റമോ രീതികളോ. ഇത് എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് തന്നെ കണ്ടെത്തി. തൊഴിയത്തവറിന്റെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം 20 മണിക്കൂർ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.